CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ. PM സോമൻ നേടിയ 9-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് കെ കൊച്ചനിയൻ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സമാപിച്ച പ്രതിനിധി സമ്മേളനത്തിൽ 21-അംഗ ഏരിയ കമ്മിറ്റിയെ ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. ബാലാജി, ഉഷ പ്രഭുകുമാർ എന്നിവർക്ക് പുറമെ KA അസീസ്, KG പ്രമോദ് എന്നിവരും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. പകരം PA മുസ്തഫ, C. അംബികേശൻ, പത്മം വേണുഗോപാൽ, KA സൈഫുദ്ദീൻ എന്നിവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 21 അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA-യുടെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്ന ഏക അജണ്ടയുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഏരിയ സെക്രട്ടറി MN സത്യൻ PM സോമന്റെ പേര് നിർദ്ദേശിക്കുകയും MB പ്രവീൺ പിന്താങ്ങുകയും ചെയ്തു. കെ കൊച്ചനിയന്റെ പേര് MN മുരളീധരൻ നിർദ്ദേശിക്കുകയും KB ജയൻ പിന്താങ്ങുകയുമായിരുന്നു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് മത്സരം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുപക്ഷവും മത്സരരംഗത്ത് ഉറച്ചു നിന്നതോടെ തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയായിരുന്നു. MN സത്യൻ, PM സോമൻ, MB പ്രവീൺ, KB ഷിബു, NK ഹരിദാസൻ, സീതാ രവീന്ദ്രൻ, TA ഫൈസൽ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, C. അംബികേശൻ എന്നീ 9 പേർ സോമന് അനുകൂലമായും PM സുരേഷ്, MN മുരളീധരൻ, K. കൊച്ചനിയൻ, CG രഘുനാഥ്, KK സതീശൻ, KB ജയൻ, TC ചെറിയാൻ, MV പ്രശാന്തൻ മാസ്റ്റർ, PG ജയപ്രകാശ്, പത്മം വേണുഗോപാൽ, PA മുസ്തഫ എന്നീ 11 പേർ കൊച്ചനിയന് അനുകൂലമായും കൈയുയർത്തി പിന്തുണ വ്യക്തമാക്കി. DYFI നേതാവ് KA സൈഫുദ്ദീൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷത പാലിച്ചു. അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഏരിയയിലെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ വലിയ അസ്വാരസ്യങ്ങളില്ലാതെ നടത്തിയാണ് ഏരിയ സമ്മേളനം ചേർന്നത്. എന്നാൽ സമ്മേളനങ്ങളിൽ പ്രതിനിധികളായവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് മത്സരം അരങ്ങേറിയത്. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കണ്ടാണിശ്ശേരിയിലെ വിഭാഗീയതയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച നേതാക്കളാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതെന്നാണ് രസകരം. വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്നവർ തന്നെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അണികളെ താക്കീത് ചെയ്യാനും കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇവർക്ക് എന്തവകാശമെന്നാണ് പ്രവർത്തകരുടെ ചോദ്യം. CCTV ന്യൂസ്, കേച്ചേരി.